കൂട്ടുകാരെ, നിങ്ങളെ വളരെ എളുപ്പത്തിൽ ഹിന്ദി സംസാരിക്കാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹിന്ദി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ്, കാരണം അത് രാഷ്ട്രഭാഷയാണ്. അപ്പോൾ അത് സംസാരിക്കാൻ നമുക്ക് ചില സാഹചര്യങ്ങളിൽ വേണ്ട വാക്കുകൾ നമുക്ക് അറിയാൻ പറ്റുന്ന ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഹിന്ദിക്കാരോട് സംസാരിക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ, നമ്മളിപ്പം യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് ഹിന്ദിക്കാരോട് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് തുടക്കം പഠിപ്പിക്കാൻ പോകുന്ന ഒരു വാക്കാണ്, എന്ന ഒരു സാധനത്തിൻ്റെ പേരാണ്. അത് വെച്ചിട്ട് നമ്മളത് പറയാൻ പഠിപ്പിക്കുകയാണ്. താലെന്ന് വെച്ചാൽ എന്തോന്നറിയാമോ? താലെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴിട്ട് പൂട്ടത്തില്ലേ നമ്മൾ, താക്കോലിട്ട് പൂട്ടുന്ന താലെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം ആ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുകയാണ്, അരെ ഭായ് സാബ് ഇതറാവോ, ഓ ഗർപ്പേ കോയി നെയ്യേവോ, ഓ ഗർപ്പേ കോയി നെയ്യേക്കാ എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ ആരും ഇല്ലേ? ഓ ഘർ താലേ സെ ബന്ദ് കിയാ ഹെ, ഓ ഗർപ്പേ കോയി നെയ്യേക്കാ, ഓ ഘർ താലേ സെ ബന്ദ് കിയാ ഹെ, ഓ ഗർപ്പേ കോയി നെയ്യേക്കാ എന്ന് ചോദിക്കുകയാണ്. ഓ ഘർ താലേ സെ ബന്ദ് കിയാ ഹെ എന്ന് പറഞ്ഞാൽ ആ വീട് താഴിട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഓ ഗർപ്പേ കോയി നെയ്യേക്കാ, ആ വീട്ടിൽ ആരുമില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഓ ഘർ ബാഹർ താലേ സെ ബന്ദ് കിയാ ഹെ, ഓ ഘർ കെ അന്തർ കോയി നെയ്യേക്കാ, ആ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, ആ വീടിനകത്ത് ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ ഘർ കെ അന്തർ കോയി നെയ്യേക്കാ. അപ്പോൾ ആ ആള് നമ്മുടെ അടുത്ത് പറയാണ്, നഹി ഭായ് സാബ്, ഓ ഘർ പേ കോയി നെയ്യേ, കുച്ച് ദിനോ സെ ഓ ഘർ ഏസെ ബന്ദ് കിയാ ഹെ, കുറച്ച് ദിവസമായിട്ട് അവിടെ ആരുമില്ല, ആ വീട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. കുച്ച് ദിനോ സെ ബന്ദ് കിയാ ഹെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടീക്കെ ഭായ് സാബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ്. അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അയാളോട് കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, വീട്ടിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ റോഡേ കൂടെ ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാളായിട്ട് നിർബന്ധിച്ചൊരു കാര്യം ഒരാൾ ചെയ്യിക്കാൻ നോക്കണം. അപ്പം നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് ഒരു കാര്യം നിർബന്ധിച്ച്, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ ആണിനെ കൊണ്ടോ ആരെ കൊണ്ടോ ആയിക്കോട്ടെ, ഒരു കാര്യം നിർബന്ധിച്ച് പിടിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ അതിന് പറയുന്നത് സെബർദസ്തി എന്നാണ്. സെബർദസ്തി ഒരു നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നൊരു കാഴ്ചയാണ്. ഒരു പെൺകുട്ടി ഒരാളെ നിർബന്ധിച്ച് കയ്യെ കയറി പിടിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കണ്ടണ്ടിയില്ലാണ്. അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് പറയാണ്, ഏ ലഡ്കിക്ക് സാത്ത് തൂ ക്യൂ സെബർദസ്തി കർ റാ ഹെ, ഏ ലഡ്കിക്ക് സാത്ത് തൂ സെബർദസ്തി ക്യൂ കർ റാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏ ലഡ്കിക്ക് സാത്ത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൂടെ നീ എന്തിനാണ് സെബർദസ്തി ക്യൂ കർ റാ ഹെ, ക്യൂ കർ റാ എന്ന് വെച്ചാൽ എന്തിനാണ് നീ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ പെണ്ണിൻ്റെ അടുത്ത് ബലം പ്രയോഗിച്ച് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത്. मुझे ऐसे लड़कियों के साथ कोई ऐसे करते हुए देखकर मेरे को बहुत गुस्सा आता है എന്ന് പറയാണ്. ഇത് ഇങ്ങനെ പെൺകുട്ടികളുടെ അടുത്ത് ആരെങ്കിലും ബലം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. कोई लड़कियों के साथ ऐसे जबरदस्ती करता है तो मेरे को बहुत गुस्सा आता है, അങ്ങനെയും പറയാം. ആരെങ്കിലും പെൺകുട്ടികളുടെ അടുത്ത് സെബർദസ്തി നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അയാൾ അപ്പം നമ്മളുടെ അടുത്ത് അവൻ ഇങ്ങോട്ട് പറയാണ്, തൂ കോൻ ഹോത്താ ഹെ മുസ്സേ ബോൽനെ വാല, തൂ കോൻ ഹോത്താ ഹെ മുസ്സേ ബോൽനെ വാല, നീ ആരാണ് എൻ്റെ അടുത്ത് ഇത് പറയാൻ എന്ന് പറയാണ്. ഓ തുമേ അഭി പത്താ ചലേഗ, നമ്മൾ പറയാണ്. അപ്പം ഓ തുമേ അഭി പത്താ ചലേഗ, लड़कियों के साथ कोई ऐसा करता है तो मेरा मुंह नहीं बोलता, मेरा हाथ बोलता है, मेरा हाथ बोलता है എന്ന് പറയാണ്. എൻ്റെ പെൺകുട്ടികളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാ കൊണ്ടല്ല ഞാൻ സംസാരിക്കാറുള്ളത്, എൻ്റെ കൈ കൊണ്ടാണ്. मेरे हाथ से एक मार पड़ेगा तो ठीक हो जाएगा, मेरे हाथ से एक मार पड़ेगा तो ज़रूर ठीक हो जाएगा എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കൊണ്ട് ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ നീ പെൺകുട്ടികളോട് എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ പഠിക്കും എന്ന് നമ്മൾ ഒരു ഡയലോഗ് ഇടുവാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ പറയാണ്, തുമേ ഇത്തന ഹിമ്മത്തെ തോ മുझे ചൂക്കർ ദേക്കിലേ എന്ന് പറയാണ്. തുമേ ഇത്തന ഹിമ്മത്തെ തോ മുझे ചൂക്കർ ദേക്കിലേ, അല്ലെങ്കിൽ തുझे ഇത്തന ഹിമ്മത്തെ തോ തൂ
മുझെ ഹാത്ത് ഉടാക്കർ ദേക്കിലെ എന്നവൻ നമ്മളോട് പറയാണ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കൈ പൊക്കി നോക്കാൻ പറയാണ്. അപ്പം നമ്മൾ പറയാണ്, മേരാ ഹാത്ത് ഏക് ബാർ തെരെ ഊപ്പർ പട് ഗയാ തോ തൂ 10 दिन के बाद बिस्तर से उड़ेगा, उतने दिन तू उस अस्पताल में पड़ेगा बेटा, इसीलिए तू मेरे साथ സാധാ ബാത് മത് करने की कोशिश मत करना എന്ന് നമ്മൾ പറയാണ്. എന്ന് പറഞ്ഞാൽ तू सादा बोलेगा तो मेरे हाथ से तुम्हें इतना मारूंगा कि तेरा सहम कहाँ से निकलूंगा और तेरा दर्द कहाँ से निकलूंगा तेरे को पता नहीं चलेगा എന്ന് പറയാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഏതൊക്കെ വഴി വേദന എടുക്കുമെന്നും നിൻ്റെ മുറിവ് ഏതെല്ലാം വഴിയൊക്കെ വരുമെന്നും നിനക്ക് പറയാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇസിലിയെ തൂ യാസെ വാപ്പസ് ജാ ബേട്ട എന്ന് പറയാണ്. ഇസിലിയെ തൂ ഖുദ് യാസെ വാപ്പസ് ജാ എന്ന് പറയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇച്ചിരൂടെ കട്ടിയുള്ള ഡയലോഗാണ് അവൻ്റെ അടുത്ത് അടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് അടിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അടിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാമല്ലോ. അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് നമ്മൾ ഡയലോഗ് പറയുകയാണ്. എന്താണെങ്കിലും പെൺകുട്ടിയുടെ അടുത്ത് ആ മോശമായിട്ട് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വെറുതെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ച് ആദ്യമേ അവനെ നമ്മൾ തളർത്താൻ നോക്കുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് അവന് പിന്നെ ഡയലോഗ് അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവൻ പേടിച്ച് പോകും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മുझे മാഫ് കർന വയ്യ എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പോകും. അതുപോലത്തെ ഡയലോഗ് നമ്മൾ പറയണം. അപ്പോഴേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പറയണ ഡയലോഗിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവന് മനസ്സിലാകും നമുക്ക് പേടി ആണെന്ന്. നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഭാഗത്തല്ല തെറ്റ്, അവൻ്റെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് അവൻ നമ്മുടെ അടുത്ത് മാപ്പ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളത് പറയാൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് പഠിപ്പിച്ചു തന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് പഠിപ്പിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു അയൽക്കാരൻ നമ്മുടെ ഇന്ന് ഒരു സാധനം ഒരു കുട വാങ്ങിച്ചുകൊണ്ട് പോയി. മഴക്കാലമാണല്ലോ, അപ്പോൾ കുടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആരെങ്കിലും പോകുമല്ലോ. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ആ കുട തിരിച്ചു തരുമോ, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ആ കുട എനിക്ക് തിരിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ചോദിക്കും, अरे भाई साहब इधर आओ, मेरा छाती आपने लेकर गया था ना, वो छाती अभी मुझे वापस चाहिए था, इसीलिए मेरे को वापस दे सकता है क्या? मेरे को वो छाती चाहिए, बाहर बहुत बरसात हो रहा है ना, इसीलिए मुझे बाहर जाने के लिए मेरे घर पे एक ही छतरी थी, इसीलिए वो छतरी मुझे वापस दे दो എന്ന് പറയാണ്. ഛത്രി എന്ന് പറയാം, ഛാത്തി എന്ന് പറയാം. ഛത്രി എന്ന് പറഞ്ഞാലും കുടയെന്നാണ്. ആ കുട എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട തിരിച്ചു തരുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അയാൾ കുട എടുത്തിട്ട് തന്നിട്ട് നമുക്ക് ആ കുട കൊണ്ട് തരും. അതുപോലെ നമ്മളിപ്പോൾ കാറിൽ പോവുകയാണ്, ഭയങ്കര മഴയാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ആണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ അവൻ നല്ല വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഭയങ്കര വെള്ളവും അതുപോലെ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറയണം, വണ്ടി കുറച്ച് പതുക്കെ ഓടിക്കുക, ഈ വഴികളൊക്കെ ഭയങ്കര മോശമാണ്, അതുകൊണ്ട് പതുക്കെ ഓടിക്കാൻ വേണ്ടി പറയണം. അപ്പോൾ നമ്മളെങ്ങനെ പറയുമോ അവൻ്റെ അടുത്ത്, अरे राजू इतने तेज क्यों तू गाड़ी चला रहा है, अरे राजू इतने तेज क्यों तू गाड़ी चला रहा है, ഇത്രയും വേഗത്തിൽ എന്തിനാണ് നീ വണ്ടി ഓടിക്കുന്നത്, इतने तेज क्यों गाड़ी चला रहा है, इतने बाहर तो बहुत बारिश है, इसलिए सड़क भी बहुत ठीक नहीं, सड़क भी बहुत, यहाँ का सड़क भी बहुत बुरा है, यहाँ का सड़क भी बहुत बुरा है, ഈ വഴികളും ഭയങ്കര മോശമാണ്, इसलिए इतने तेजी से गाड़ी मत चलाना രാജു എന്ന് നമ്മൾ പറയുവാണ്. രാജു ഇത്തനെ തേജി സെ ഗാഡി മത് ചലാന അങ്ങനെ പറയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര മോശമാണ്, നീ അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ പോകേണ്ട രാജു, പതുക്കെ പോകാൻ പറയാണ്. ആരാം സെ ജാന, ഇത്രയും ജൽദി ക്യൂ ജാ രഹാ ഹൈ, थोड़े धीरे जाना, इतने
ഇത്തനെ തേസ് ക്യൂ തൂ ഗാഡി ചലാ രഹാ ഹൈ, ഇത്തനെ തേസ് ക്യൂ തൂ ഗാഡി ചലാ രഹാ ഹൈ എന്ന് പറഞ്ഞാൽ ഇത്രയും വേഗത്തിൽ നീ എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? കുച്ച് ധീരെ ജാന, തും കുച്ച് ധീരെ ജാന, ഇച്ചിരി പതുക്കെ പോ. ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ് കേട്ടോ, പതുക്കെ പോ, ഇത്രയും വേഗത്തിൽ എന്തിനാണ് നീ വണ്ടി ഓടിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ധീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ എന്നാണ്. ആരാംസെ ജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ക്ഷമയോട്, ഇച്ചിരി ഇച്ചിരി സ്പീഡ് കുറച്ച് ഇച്ചിരി പതുക്ക ഒരു ഇതായിട്ട് പോകും. ആരാംസെ ജാന, ധൃതിപ്പെടാതെ സമാധാനത്തോടു കൂടി പോകും. ആരാംസെ ജാന, ആരാംസെ ജാന എന്ന് പറഞ്ഞാൽ സമാധാനത്തോടു കൂടി പോകും എന്നാണ്. അതുപോലെ സടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സടക്ക് സടക്ക് ഏക്ക സടക്ക് ബഹുത്ത് ബുരാ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വഴികൾ ഭയങ്കര മോശമാണ്. സടക്ക് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് കേട്ടോ, റോഡിനാണ് സടക്ക് എന്ന് പറയുന്നത്. ഏക്ക സടക്ക് ബഹുത്ത് ബുരാ ഹെ, ഇസിലിയെ ആരാംസെ ജാവോ, ഇസിലിയെ ധീരെ ജാവോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ആരാംസെ ജാവോ എന്ന് പറഞ്ഞാൽ സാവധാനത്തിൽ പോ, ധീരെ ജാവോ എന്ന് പറഞ്ഞാൽ പതുക്കെ പോ. അപ്പോൾ നമുക്ക് അതൊക്കെ അത്യാവശ്യ സാഹചര്യത്തിൽ വേണ്ട വാക്കുകളാണ്. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് ആവശ്യം വരുന്ന അനുസരിച്ച് നമ്മൾ പറയാൻ പഠിക്കണം. അതുപോലെ നമ്മളിപ്പം ഒരു കൂട്ടുകാരനുമായിട്ട് വരുവാണ്. അപ്പം വേറൊരാൾ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. അവനെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരനടുത്ത് പറയുകയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ കൂടെ ഒരാൾ വരുവാണ്. അപ്പം അയാളെ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് പറയാണ്, ഉസ്കെ സാത്ത് സാധാ ബാത്ത് മത് കർന ഭയ്യ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കേണ്ട. ഉസ്കെ സാത്ത് സാധാ ബാത്ത് മത് കർന ഭയ്യ, വോ ഹംസെ थोड़ी देर बात करते हैं तो वो हमसे रुपए मांगेगा, वो हमसे रुपए मांगेगा, इसीलिए उसको പൈസ मत देना, उसको പൈസ मत देना. കുറച്ച് നേരം നമ്മുടെ അടുത്ത് അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കും. അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കരുതും എന്ന് പറയാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പറയാണ് അവന് പൈസ കൊടുക്കരുതെന്ന് പറയാണ്. പൈസ मत देना, उसके साथ कुछ देर बात करेगा तो वो हमसे पैसा मांगेगा, इसीलिए उसको पैसा मत देना എന്ന് പറയാണ്. क्योंकि उसको कोई काम नहीं है, അവന് വേറെ ജോലിയൊന്നും ഇല്ല. അതുകൊണ്ട് അവൻ നമ്മുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കും. അതുകൊണ്ട് അവനോട് കൂടുതൽ സംസാരിക്കരുതെന്ന് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് പറയാണ്. അപ്പോൾ നമ്മൾ പറയാണ്, നമ്മുടെ കൂട്ടുകാരനടുത്ത് നമ്മൾ പറയാണ്, കിസിക്കോ ऐसे मत बोलना क्योंकि उसके पास पैसा नहीं है ना, इसीलिए तो हमसे मांग रहा है, हमारे पास पैसा है तो उसे देने के लिए क्या दिक्कत है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പൈസ ചോദിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ്? അവന് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ എന്താണ് ഒരു പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ഉസ്മേ ദിക്കത്ത് ക്യാ ഹെ, ദിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പ്രശ്നം? ഉസ്കെ പാസ് പൈസ നഹി ഹെ നാ എന്ന് പറഞ്ഞാൽ അവൻ്റെ പൈസ ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഉസ്കെ പാസ് പൈസ നഹി ഹെ നാ, ഇसीलिए तो वो हमसे मांग रहा है. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. മാംഗ് രഹാ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. हमारा पास पैसा है तो देने में क्या दिक्कत है, നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ എന്താണ് നമുക്ക് പ്രശ്നം എന്നാണ് നമ്മളപ്പോൾ കൂട്ടുകാരനടുത്ത് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് പറയാണ്, मुझे जो बोलना था वो मैंने तुमसे बोल दिया, बाकी तेरा मर्जी. मुझे तुमसे जो बोलना था वो मैंने तुमसे बोल दिया എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ്. ബാക്കി തേരി മർസി, ബാക്കി തേരി മർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിൻ്റെ ഇഷ്ടം പോലെ, മർസി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇഷ്ടം പോലെ എന്നാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്തോ നമ്മളിപ്പോൾ പറയുകയാണ്, तुम्हें ये कपड़ा बहुत अच्छा लग रहा है, तुम्हें ये कपड़ा बहुत अच्छा लग रहा है, അല്ലെങ്കിൽ तू ये कपड़े पहनते हुए बहुत अच्छी लग रही है, അല്ലെങ്കിൽ तू ये कपड़े पहनते हुए बहुत अच्छा लग रहा है. ആൺകുട്ടിയോടാണെങ്കിൽ बहुत अच्छा लग रहा है എന്ന് പറയാം. तू ये कपड़े पहनते हुए देखकर बहुत अच्छा लग रहा है, നീ ഈ ഉടുപ്പിട്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ तू ये कपड़े पहनती हुई बहुत अच्छी लग रही है, बहुत अच्छी लग रही है, നീ ഈ ഡ്രസ്സ് ഇട്ട് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്. तुम्हें
ब्लू कलर के कपड़े बहुत अच्छा लगता, तुम्हें ये ब्लू कलर के कपड़े में बहुत अच्छी लगती है तो ये ബ്ലൂ കളർ के कपड़े में बहुत अच्छी लगती है എന്ന് പറഞ്ഞാൽ നീ ഈ ബ്ലൂ കളറിലെ ഡ്രസ്സിൽ വളരെ നന്നായിട്ടുണ്ട്. അച്ചി ലക്തി ഹെ വളരെ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്നാണ് അച്ചി ലക്തി ഹെ എന്ന് പറയുന്നത്. ബ്ലൂ കളർക്ക് കപ്പടെ, കപ്പടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഡ്രസ്സ്, കപ്പടെ, ഉടുപ്പ്. ഈ ഉടുപ്പ്, ബ്ലൂ കളറിലെ ഉടുപ്പിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പം ചില സാഹചര്യങ്ങളിൽ ആവശ്യം വരുന്ന കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തുമേ ഖടി പഹനത്തെ ഹുവേ ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, തുമേ ഖടി പഹനത്തെ ഹുവേ അച്ഛാ ലഗ് രഹാ ഹൈ എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ വാച്ച് ഇട്ടിട്ട് വളരെയധികം ഭംഗിയുണ്ട്. ഖടി പഹനത്തെ ഹുവേ ബഹുത് അച്ഛി ലഗ് രഹി ഹൈ എന്ന് പറയാം. അച്ചി ലഗ് രഹി ഹൈ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളോട് പറയുന്നത്, അച്ചി ലഗ് രഹി ഹൈ നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ വാച്ചിട്ടിരിക്കുന്നത് അത് കണ്ട് നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അച്ചി ലഗ് രഹി ഹൈ എന്ന് പറയാം. തൂ പഹനത്തെ ഹുവേ ബഹുത് അച്ചി ലഗ് രഹി ഹൈ, നീ ഇത് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട്, ബഹുത് അച്ചി ലഗ് രഹി ഹൈ. അതുപോലെ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ വാച്ച് കെട്ടിയിരിക്കുകയാണ്, അത് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി, തൂയെ ഖടി പഹനത്തെ ഹുവേ ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, തുമ്നെ ഖടി കഹാ സെ ഖരീദാ എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായോ? തൂയെ ഖടി പഹനത്തെ ഹുവേ ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാച്ച് ഇട്ടിട്ട് ഭയങ്കര നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറയാണ്, തൂയെ ഖടി പഹനത്തെ ഹുവേ ബഹുത് അച്ഛാ ലഗ് രഹാ ഹൈ, തൂനെ ഖടി കഹാ സെ ഖരീദാ, നീ ഈ വാച്ച് എവിടുന്ന് മേടിച്ചാണ്, നീ വാച്ച് ഇത് എവിടുന്ന് മേടിച്ചാണ്, ഈ വാച്ച് ഇട്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഈ വാച്ച് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ഈ വാച്ച് നീ എവിടുന്ന് മേടിച്ചാണ്, തുമ്നെ ഖടി കഹാ സെ ഖരീദാ, നീ ഈ വാച്ച് എവിടുന്ന് മേടിച്ചതാണ്. അതുപോലെ ഈ വാച്ചിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തുമേ വാച്ച് കിത്തനെ റുപ്പേ മേ ഖരീദാ, ഈ വാച്ച് കോ കിത്തനെ റുപ്പേ ഹുവാ എന്ന് നമുക്ക് ചോദിക്കാം. കിത്തനെ പൈസ ഹുവാ അല്ലെങ്കിൽ കിത്തനെ റുപ്പേ ഹുവാ എന്ന് ചോദിക്കാം. ഈ വാച്ചിന് എത്ര രൂപയായി എന്ന് ചോദിക്കാം. അപ്പോൾ അവൻ പറയും ഖടി 1000 രൂപയാ ഹേ, 1000 ആണെങ്കിൽ അങ്ങനെ പറയും. അപ്പം ആ വാച്ചിൻ്റെ വില എന്താണെന്ന് അവൻ പറയും. അപ്പോൾ നമുക്കങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അവൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ്, അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പറയാണ്, തുമാരെ സാത്ത് കോയി ഏക്യാ, തുമാരെ സാത്ത് കോയി ഏക്യാ എന്ന് നമ്മൾ ഫോണിൽ കൂടെ ചോദിക്കുക. തുമാരെ സാത്ത് കോയി ഏക്യാ, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയാണ് കോയി നഹിയെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പറയാണ്, 1 മിനിറ്റ് തോ ബാത്ത് മത് കർന, 1 മിനിറ്റ് തോ ബാത്ത് മത് കർന എന്ന് പറയാണ്. 1 മിനിറ്റ് നീ സംസാരിക്കരുതും എന്ന് പറയാണ്. എന്തിനാണ്, നമുക്ക് ആ പെണ്ണിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൾ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ് 1 മിനിറ്റ് തോ ബാത്ത് മത് കർന, 1 മിനിറ്റ് നീ സംസാരിക്കരുതും. നമ്മൾ ബുദ്ധിപൂർവ്വം അടുത്ത് ആരാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ പറയാണ് ടീക്ക് എന്ന് പറയാണ്. അപ്പം നമ്മൾ ആ പെണ്ണിൻ്റെ ശബ്ദം പിന്നെയും കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഓ തുമാരെ സാത്ത് കോൻ ഹേ, मैंने उसका आवाज़ सुना, तुम्हारे साथ कोई लड़की है, वो कौन है എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട്, ആ പെൺകുട്ടി ഏതാണ്, ആ പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ കേട്ട്, ഏതാണ് നിൻ്റെ അടുത്ത് ആ പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയാണ് वो मेरा സഹേലി ഹേ, മേരെ സാത്ത് പടായി കിയാ താ. അപ്പോൾ നമ്മൾ അവനോട് പറയാണ് मैं भी तेरे साथ पढ़ाई किया था, तुम्हें तो कोई सहेली नहीं था स्कूल में, तो तुम्हारा सहेली कैसे हुआ എന്ന് ചോദിക്കുകയാണ്. നിൻ്റെ കൂടെ ഞാനും പഠിച്ചാണല്ലോ, നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരി ഇല്ലാഞ്ഞല്ലോ, പിന്നെ അത് ഏതാണ് ആ കൂട്ടുകാരി എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ നമ്മുടെ അടുത്ത് പറയാണ് കുച്ച് സുനായി നൈ തേരാ എന്ന് പറയാം, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പറയാണ് मैं इतने शोर से बोल रहा हूँ फिर भी तुम्हें कुछ सुनाई नहीं दे रहा है क्या, ഞാൻ ഇത്രയും ഉച്ചത്തിലാണല്ലോ പറയുന്നത്, എന്നിട്ട് നിനക്ക് ഒന്ന് കേൾക്കാൻ മേലെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയാണ് നമ്മുടെ അടുത്ത് സോർസേ ബോലോ കുച്ച് സുനായി നൈ ദേ രഹാ ഹൈ. എന്താണ് അങ്ങനെ അവൻ പറയുന്നത്? അവൻ നമ്മളെ അത് ചോദിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവൻ അങ്ങനെ
പറയാണ് നമ്മുടെ അടുത്ത്, ഒച്ചത്തിൽ പറ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. തെരാ ആവാസ് നഹീ ആ രഹാ ഹൈ രാജു, തെരാ ആവാസ് നഹീ ആ രഹാ ഹൈ, തൂ സോർ സെ ബോലോ എന്ന് അവൻ പറയാണ്. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പറയാണ്, തൂ മുസ്സെ झूठ बोल रहा है क्या? मुझे पता चल गया कि तेरे साथ एक लड़की है. मैं खुद आकर तुम्हें उसके साथ देख कर पकड़ लूँगा. ഞാൻ അവിടെ വന്നിട്ട് നേരിട്ട് നിന്നെ ആ പെൺകുട്ടിയായിട്ട് കണ്ടുപിടിക്കും, ഞാൻ നേരിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, നഹി നഹി യാ മതാന, ഓ മേരാ एक पड़ोसी है, मेरा एक पड़ोसी है, मेरे पड़ोसी में रहता है, मेरे घर के सामने के घर में रहता है वो लड़की. मैं वो लड़की से प्यार करने लगा हूँ, इसीलिए मैं तुमसे झूठ बोला. അതെൻ്റെ വീടിനടുത്തുള്ള പെണ്ണാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാണ് എന്ന് പറയാണ്. തോ പേലെ ബോൾ സക്താ താനാ, ക്യൂ ഇത്തന ചൂട് ബോല എന്ന് പറയാണ്. നിനക്കിത് നേരത്തെ പറയാമായിരുന്നല്ലോ, നീ എന്തിനാണ് ഇത്രക്ക് കള്ളം പറഞ്ഞത്? തുനെ ഇത്തനെ ക്യൂ ചൂട് ബോല, നീ എന്തിനാണ് ഇത്രയും കള്ളം പറഞ്ഞത്? നിനക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പം അവൻ പറയാണ് നമ്മുടെ അടുത്ത്, അരേ രാജു കലത്തി ഹോഗിയ, മുझे മാഫ് കർ ദോനാ, തെറ്റ് പറ്റിപ്പോയി രാജു, നീ എന്നോട് ക്ഷമിക്കാൻ പറയാണ്. അപ്പം നമുക്ക് പറയാം, ठीक है, आगे से कोई बात मुझसे मत छुपाना, आगे से कोई बात मुझसे मत छुपाना എന്ന് പറയാണ്. ആകെ സെ कोई बात मुझसे मत छुपाना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി തൊട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കരുത്, എൻ്റെ അടുത്ത് പറയണം. ചുപ്പാന എന്ന് പറഞ്ഞാൽ, മത് ചുപ്പാന എന്ന് പറഞ്ഞാൽ ഒന്നും മറച്ചു വെക്കരുതും, ഒന്നും ഒളിപ്പിച്ച് വെക്കരുതും, എന്നോട് പറയണം. അപ്പോൾ അവൻ പറയാണ് ടീക്ക എന്ന് പറയാണ്. അപ്പോൾ ആ പ്രശ്നം അവിടെ കഴിഞ്ഞ്. അതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ആ എനിക്ക് ബൈക്കിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അപ്പോൾ നിൻ്റെ ഹെൽമെറ്റ് ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? अरे तेरा हेलमेट दे सकता है क्या मुझे? अरे तेरा हेलमेट दे सकता है क्या मुझे बाहर जाना था. എടാ നിൻ്റെ ഹെൽമെറ്റ് ഒന്ന് തരാമോ, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പം നമ്മൾ പറയുവാണ്, ഇസ്മേ പൂച്ചനെ വാല ക്യാ ബാത്ത് ഹൈ, तू तो मेरा यार है, तू लेकर जाओ, हेलमेट भी लेकर जाओ, तुम्हें जाना है तो बाइक भी लेकर जाओ, मेरे से पूछने की कोई बात नहीं है, तुम्हें मुझसे पूछने की कोई बात नहीं है. നിനക്ക് ഹെൽമെറ്റ് വേണേലും ബൈക്ക് വേണേലും നീ എടുത്തിട്ട് വെക്കോ, നിനക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. തൂ മേരാ യാർ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ഫ്രണ്ടാണ്. इसीलिए तू ये हेलमेट और बाइक लेकर जाओ, मुझसे पूछने की कोई बात नहीं है, तू ये लेकर जाओ എന്ന് പറയാണ്. നിനക്ക് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് എടുത്തിട്ട് പോകാം, കൊണ്ടുവെക്കോ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അത്യാവശ്യം സംസാരിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത് ആവശ്യം വരുവാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് വീണ്ടും പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. പതിവ് പോലെ ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പറ്റാ.